നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പൈപ്പ് ഗ്യാസ് കണക്ഷൻ ഉള്ളവർ LPG സിലിണ്ടറുകൾ വാങ്ങാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. മുംബൈ അടക്കം നഗരങ്ങളിൽ ഗ്യാസ് സിലിണ്ടറിനായി പുലർച്ചെ മുതൽ നീണ്ട ക്യൂ. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ സംസ്ഥാന സർക്കാർ വാർ റൂം തുറന്നു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധന നടക്കുകയാണ്. കൂടുതൽ ഹോട്ടലുകൾ അടച്ചുവെന്ന വാർത്തയും വരുന്നുണ്ട്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, ഡൽഹിയിൽ നിന്ന് വിനീത വിജി, തിരുവനന്തപുരത്ത് നിന്ന് S. വിനേഷ് കുമാർ, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് എന്നിവർ ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് മുംബൈയിലേക്കാണ്. ഇവിടെ ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഈ പാചകവാതക പ്രതിസന്ധി ബാധിച്ച ഒരു നഗരമാണ് മുംബൈ. അവിടെ കരിഞ്ചന്ത വലിയ തുകകളാണ് പലരും ചോദിച്ചിരുന്നതെന്ന് കേൾക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രാവിലെ 3 മണി മുതലൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം രൂക്ഷമാണെന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് നവി മുംബൈയിലാണ്. നവി മുംബൈയിലെ സാൻപാട റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിക്ക് മുന്നിലാണ്. ഞാനിവിടെ വന്നത് യഥാർത്ഥത്തിൽ 4 മണിയോടെയാണ്. 4 മണിക്ക് ഞാനിവിടെ വരുമ്പോൾ ഏതാണ്ട് 20-ലധികം ആളുകൾ ഗ്യാസ് കുറ്റിയുമായി ഇങ്ങനെ സിലിണ്ടറുമായി ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. 9 മണി കഴിയും ഈ ഗ്യാസ് ഏജൻസി ഒന്ന് തുറന്നു കിട്ടാൻ. അതിന് 6-7 മണിക്കൂർ മുമ്പ് ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. സ്ത്രീകളടക്കമുള്ളവർ ഈ ക്യൂവിലുണ്ട്. അവരൊക്കെ എത്ര മണിക്ക് വന്നു എന്ന് നമുക്ക് അവരോട് കൂടി ചോദിക്കാം. कितने बजे आए आप? हम लोग 3 बजे आए. 3 बजे आए? हाँ, 3 बजे आए. रोज इतना भीड़ रहता है इधर? हम लोग 4 दिन हो गए आ रहे जा रहे लेकिन बटला नहीं 4 दिन से आप हाँ, आ रहे जा रहे? 4 दिन से. अच्छा, तो मिला नहीं? नहीं मिला. आज मिलेगा ऐसा? अभी क्या मालूम आज भी मिलता है क्या नहीं मिलता है. അവർ പറയുന്നില്ലേ 3-4 ദിവസമായി വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും വന്നു, ഗ്യാസ് കിട്ടിയില്ല. അങ്ങനെ ഇന്ന് ഇപ്പോൾ പുലർച്ചെ 3 മണിയോടെ എത്തി ക്യൂവിൽ നിൽക്കുകയാണ്. അവരുടെ ഒരു ചെറിയ സംശയം, ഈ അവശ്യ സാധന നിയമമുണ്ട്, അതുകൊണ്ട് തന്നെ അടുക്കളകൾ പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ ഇത് പെട്ടെന്നുണ്ടാകുന്ന ഈ ആശങ്കയിൽ നിന്ന് സംഭവിക്കുന്നതാണോ, അതോ ഈ ഗ്യാസ് ഏജൻസികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രതികരണം ലഭിക്കുന്നുണ്ടോ? അത് തന്നെയാണ്. അവശ്യ വസ്തു നിയമം രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. വീടുകളിലേക്കുള്ള ഗ്യാസ് വിതരണം, സിലിണ്ടർ വിതരണം അത് ബുദ്ധിമുട്ടിലാവില്ല എന്നതാണ് നേരത്തെ സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ അതിൻ്റെ ഒരു പ്രായോഗിക തലത്തിൽ വീടുകളിലേക്കുള്ള വിവരം നമ്മൾ അന്വേഷിക്കുമ്പോൾ മുംബൈ അടക്കമുള്ള നഗരങ്ങളിൽ വീടുകൾ പോലും കിട്ടാനില്ല എന്ന സ്ഥിതിയിലേക്ക് വന്നു. അതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. PNG കണക്ഷൻ, അതായത് പൈപ്പ് ലൈൻ വഴിയുള്ള ഗ്യാസ് വിതരണം എവിടെയും തടസ്സം കൂടാതെ പോകുന്നുണ്ട്. അങ്ങനെ ഗ്യാസ് കിട്ടുന്നവർ സിലിണ്ടറിൽ വാങ്ങാൻ പാടില്ല എന്നുള്ള ശക്തമായ നിയമം കൂടി കഴിഞ്ഞ ദിവസം അത് ശക്തമായി നടപ്പാക്കാൻ ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും നടത്തുകയാണെങ്കിൽ സിലിണ്ടർ പിടിച്ചെടുക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാൽ പോലും സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട്. ഇന്നലെ ഞാൻ രാവിലെ ഈ ഭാഗത്തുകൂടി വന്നപ്പോൾ ഏതാണ്ട് 200 മീറ്ററിലധികം ദൂരത്ത് ഇതുപോലെ സിലിണ്ടറുമായി ആളുകൾ പുലർച്ചെ മുതൽ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നും അത് തന്നെയാവാനുള്ള സാധ്യതയുണ്ട്. അതായത് കാര്യമായ രീതിയിൽ തന്നെ ഒരു ക്ഷാമം ഈ വീടുകളിലുള്ള ഗാർഹിക ആവശ്യത്തിലുള്ള സിലിണ്ടറുകൾക്ക് കൂടി വരുന്നു എന്ന ഗൗരവകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ പ്രധാന നഗരങ്ങൾ, മുംബൈ അടക്കമുള്ള നഗരങ്ങൾ ഏതായാലും പോകുന്നുണ്ട് എന്ന് നമുക്ക് നേർ സാക്ഷ്യം ഇവിടെ നിന്ന് ലഭിക്കുന്നു. ക്രിസ്റ്റീന, ശരിയാണ് ശ്രീനാഥ് പറഞ്ഞത്. ഇന്നലെ ഡൽഹിയിൽ നിന്ന് സമാനമായ ബൽറാം ഇതുപോലെ ഒരു ദൃശ്യമാണ് പങ്കുവച്ചത്. ഇപ്പോൾ മുംബൈയിൽ നിന്ന് വരുന്ന കേരളത്തിലെ പോലെയല്ല. നമ്മൾ നാട്ടിൽ എത്രയേറെ ഗാർഹിക സിലിണ്ടറിന് പ്രശ്നമാവുന്നില്ല. നിയന്ത്രണമുണ്ട്, ബുക്കിങ്ങിന് നിയന്ത്രണമുണ്ട്. പക്ഷേ മുംബൈയിലെ സ്ഥിതി കണ്ടില്ലേ, പുലർച്ചെ 3 മണി മുതൽ അത് 4 ദിവസം നിൽക്കുകയാണ്. ഇന്ന് കിട്ടുമോ എന്നും അറിയില്ല. ഈ സിറ്റി ഗ്യാസ് കണക്ഷൻ ഉള്ള കേരളത്തിലെ പലയിടങ്ങളിലും ഇതിന് പ്രതിസന്ധി ഒന്നും ഇല്ല എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതെ. പക്ഷേ അത് എവിടെ മുതലാണ്? കാസർഗോഡ് മുതൽ എറണാകുളം വരെ ഉള്ള ജില്ലകളിലാണ് ഈ പൈപ്പ് ഗ്യാസിനുള്ള സാധ്യത. അതും എറണാകുളത്ത് തന്നെ അത് തുടങ്ങിയിടത്ത് ഏതാണ്ട് നിൽക്കുന്നേ ഉള്ളൂ. സമ്പൂർണ്ണമാക്കാൻ, അല്ലെങ്കിൽ അത് തുടങ്ങിയ വാടി പോലും അത് പൂർണ്ണമായിട്ട് കണക്ഷൻ കൊടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.